ദേശീയപാതയിൽ ഇനി തോന്നുംപടി വാഹനമോടിച്ചാൽ പിടിവീഴും. മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ 2 റീച്ചുകളിലായി 116 ക്യാമറകളാണ് മിഴിതുറന്നിട്ടുള്ളത്. ക്യാമറകളുടെ 24 മണിക്കൂർ നിരീക്ഷണത്തിനായി 2 കൺട്രോൾ റൂമുകളും ആരംഭിച്ചു. വടക്കുനിന്ന് തെക്കോട്ട് ഇടിമുക്കൽ മുതൽ വളാഞ്ചേരി വരെയും വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയും 2 റീച്ചുകളിലായി സ്ഥാപിച്ചിട്ടുള്ളത് 50 വീതം ക്യാമറകൾ. ഇവയിൽ 60 ക്യാമറകൾ 360 ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ളതാണ്. ഓരോ 1 കിലോമീറ്റർ ഇടവിട്ടുള്ള ദൂരത്തും ക്യാമറകളുണ്ട്. ഓരോ ജംഗ്ഷനുകളിലും എൻട്രി, എക്സിറ്റ് പോയിന്റുകളിലും പ്രത്യേക ക്യാമറകളുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും. ഇനി ഏതൊക്കെ നിയമലംഘനങ്ങളിലാണ് പിടിവീഴുന്നതെന്നും പിഴ ചുമത്തുന്നതെന്നും നോക്കാം. അമിതവേഗം, 3 മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ നിർത്തിയിടൽ, ട്രാക്ക് തെറ്റി ഓടിക്കൽ, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ എന്നിവയെല്ലാം നിയമലംഘനങ്ങളാണ്. പിഴ കിട്ടും. 360 ഡിഗ്രിയിൽ കറങ്ങുന്ന, പാൻ ചെയ്തും ടിൽറ്റ് ചെയ്തും സൂം ചെയ്തും ദൃശ്യങ്ങൾ പകർത്തുമെന്നതിനാൽ അനധികൃത പാർക്കിങ്ങുകാരും കുടുങ്ങും. അതുമാത്രമല്ല, ഓരോ ഭാഗത്തുമുള്ള വേഗനിയന്ത്രണം പാലിച്ചില്ലെങ്കിൽ ക്യാമറ കണ്ണു തുറക്കും. പിഴ വരുമ്പോൾ കണ്ണു തള്ളും. പരമാവധി വേഗത 80 കിലോമീറ്ററായി നിജപ്പെടുത്തി ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് അടക്കം സ്ഥാപിച്ചിട്ടുണ്ട്. വെഹിക്കിൾ ഇൻസിഡന്റ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് എൻട്രി എക്സിറ്റ് പോയിന്റുകളിലെ ക്യാമറകളിലുള്ളത്. അനുമതിയില്ലാത്ത വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും കുടുങ്ങും. കാൽനടയാത്രക്കാർ, ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ട്രാക്ടർ എന്നിവയ്ക്ക് പുതുതായി നിർമ്മിച്ച 6 വരി പാതയിലേക്ക് പ്രവേശനമുണ്ടാകില്ല. അവ ഉപയോഗിക്കേണ്ടത് സർവീസ് റോഡാണ്. ഇത് സംബന്ധിച്ച ബോർഡുകളും എൻട്രി പോയിന്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തി തുടങ്ങും. പ്രധാന നഗരങ്ങളിലേക്കുള്ള ദൂരം, അതത് ട്രാക്കിൽ വാഹനം ഓടിക്കാവുന്ന പരമാവധി വേഗം, മഴ, കാറ്റ് തുടങ്ങിയ സ്ഥിതിവിവരവും നൽകുന്ന ഡിജിറ്റൽ സ്ക്രീനും ദേശീയപാതയുടെ പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് പിഴച്ചാൽ പണി വരുന്നത് പല വഴിയെന്ന് വ്യക്തം. സീ മലയാളം ന്യൂസ്, മലപ്പുറം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.